ക്ലിയർ ആണോ? ആ, കാരണം ബേബിച്ചൻ വർഷിപ്പ് ചെയ്യുമ്പോൾ മ്യൂസിക് വരുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പുതിയ ലാപ്ടോപ്പ്, ജോർജയുടെ ലാപ്ടോപ്പ്, പക്ഷെ അതിലും ഒരു വോയിസ് ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു, അത് എൻ്റെ കുഴപ്പമാണോ അവിടുത്തെ കുഴപ്പമാണോ. അതുകൊണ്ട് ഓക്കെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आशीष दे। ആത്മാവിൽ നിറഞ്ഞ ഗീതങ്ങളെ പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. आत्मा में गीतों गाने के परमेश्वर ने सहायता किया है। ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आज हमको आशीष दे। ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. श्रेष्ठ प्रभु के दास हमारे बीच में है। എല്ലാ ദൈവദാസന്മാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനം അർപ്പിക്കുന്നു. सभी प्रभु के दास को यीशु मसीह के नाम से प्रेम भरा हुआ सलाम। ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. हम आज परमेश्वर के चरण में प्रार्थना के साथ बैठेंगे। ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത് കേൾക്കുവാനുള്ള ഒരുക്കത്തിലായിരിക്കാം. परमेश्वर की आत्मा जो हमसे बात करना चाहती है तैयारी से रहेंगे। കാരണം പാട്ടുകളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. क्योंकि प्रार्थना के द्वारा परमेश्वर की आत्मा हमसे बात कर रही थी। ആമേൻ. ആ അനുഗ്രഹമേറിയ സന്തോഷകരമായ പാട്ടുകൾ നമുക്ക് പാടി ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. वो अनुग्रह भरा हुआ गीतों गाने के लिए परमेश्वर ने सहायता किया है। ആമേൻ. ആ പാട്ടുകളിൽ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് അത് ആ പാട്ട് പൂർണ്ണമായി തീരുന്നത്. गीतों के द्वारा परमेश्वर महिमा करने के समय वो खुशी भी पूरा होता है। അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ പാട്ട് സ്വീകരിക്കുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ നമുക്കത് സന്തോഷം ഉണ്ടായിരിക്കും. से वो गीत को गाने के समय हम खुश होते हैं। കാരണം ഭക്തന്മാർ അവരുടെ അനുഭവത്തിൽ എഴുതി വെച്ചത് നമ്മുടെ അനുഭവത്തിൽ കൂടെ നമ്മളത് ശ്രവിക്കുമ്പോൾ, പാടുമ്പോൾ നമുക്ക് അനുഗ്രഹമായി മാറും. जो भक्त है अपने जो अनुभव से लिखा हुआ है, हम जब गीत गाने के समय वो अनुग्रह होता है। ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर सबको आशीष दे। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. परमेश्वर के वचन की ओर अपना ध्यान को देखते हैं। ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, जो बात करने चाहते विषय, ഇന്ന് ദൈവമക്കൾക്ക് പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്ക് അത് വലിയ ഇഷ്ടമുള്ള ഒരു വിഷയമല്ല. परमेश्वर के लोग खास करके पेंतेकोस्त लोगों को पसंद नहीं है। കാരണം നമുക്കെല്ലാം അനുഗ്രഹത്തിന്റെ വിഷയമാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. क्योंकि हमको अनुग्रह का विषय रहेगा तो हमको बहुत खुशी रहता है। പക്ഷേ കഷ്ടതയുടെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. परंतु कष्ट के बारे में है तो हमको थोड़ा मुश्किल है। ഇന്ന് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ ജീവിതമാണ്. दिया कष्ट का जीवन है। ആമേൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കഷ്ടതയുടെ ജീവിതം. जिंदगी कष्टों का जीवन है। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നു, पिछले दिनों में सोचते आ रहे थे ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അനുസരണത്തിന്റെ ജീവിതമാണ്. इसी जिंदगी जो है अलकारी का जिंदगी है, അത് ശക്തിയുടെ ജീവിതമാണ്. शक्ति का जिंदगी है, അത് ശുശ്രൂഷയുടെ ജീവിതമാണ്. सेवक का जिंदगी, അത് ത്യാഗത്തിന്റെ ജീവിതമാണ്. त्याग का जिंदगी അത് വേർപാടിന്റെ ജീവിതമാണ്. है। എന്നാൽ അതോടൊപ്പം തന്നെ കഷ്ടതയുടെ ജീവിതം. उसके साथ साथ कष्टों का जिंदगी। കാരണം ദൈവവചനം നമ്മോട് പറയുന്നത്, परमेश्वर का वचन हमसे कहता है, ആമേൻ, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, पहला पत्र उसका पहला अध्याय 11 पढ़ने के समय, 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. पहला पत्र उसका पहला अध्याय 11 आयत, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. ആമേൻ. उन्होंने इस बात की खोज की कि मसीह की आत्मा जो उनमें था और पहले ही से मसीह की दुखों की और उनके बाद होने वाली महिमा की गवाही देता था, वह कौन से और कैसे समय की ओर संकेत करता था। ആമേൻ. ഇവിടെ ദൈവവചനം പറയുന്നു, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും മുൻകൂട്ടി സാക്ഷീകരിച്ചു. यह वचन कहता है कि उन्होंने जो खोज की, मसीह की आत्मा उनमें था और दुखों और उनके बाद होने वाली महिमा की गवाही देता था। അപ്പോ ഇവിടെ ദൈവവചനം പത്രോസ് വെളിപ്പെടുത്തുന്നത്, ആമേൻ, ക്രിസ്തുവിന് വരേണ്ടിയതായ കഷ്ടങ്ങൾ.
तो यहाँ पतरस बताता है मसीह को आना चाहिए था कष्ट। അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ വരേണ്ടതായ കഷ്ടങ്ങളെ കുറിച്ച് അത് മുൻകൂട്ടി അവിടെ എഴുതി വെച്ചിരിക്കുക. तो यीशु मसीह के जीवन में आना चाहिए था कष्ट, वो पहले से वहां पे बताया गया है। യേശുവിന്റെ ജീവിതത്തിൽ യേശു കഷ്ടങ്ങൾ അനുഭവിച്ചുവെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിലും ആ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കും. यीशु मसीह की जिंदगी में यीशु मसीह कष्ट सहा है, तो परमेश्वर के बच्चे की जिंदगी में भी होता है। നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളുടെയും പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. तो कष्ट के लिए एक जरूर एक बात है, കാരണം യേശുവിനെ കുറിച്ച് പറയുന്നത് യേശുവിന്റെ ജീവിതത്തിൽ വരേണ്ടതായ കഷ്ടങ്ങളെയും യേശു അനുഭവിക്കുന്നതായ വേദനകളെയും കുറിച്ച്. यीशु के बारे में ऐसा बोलते हैं कि उसने जो कष्ट उठाए और तो दर्द सहा है, അത് മാത്രമല്ല അതോടൊപ്പം വരുന്ന മഹിമയെ കുറിച്ച് മുൻകൂട്ടി സാക്ഷീകരിച്ചിരിക്കുക. और सिर्फ वही नहीं, उनके होने वाले महिमा को भी पहले से बता के रखा है। അത് ഇവിടെ പറയുന്നത് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി അതിനെ. है कि वो जो है जो भविष्यता है उन्होंने देखा है। ആമേൻ. അവർ അത് ആരാഞ്ഞു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു എന്നാണ് ഇവിടെ വചനം വായിക്കുന്നത്. वचन कहता है कि वो प्रकट किया गया कि वे अपनी नहीं वरन तुम्हारी सेवा के लिए ये बातें कहा करते थे। നോക്കിയേ, നമ്മുടെ ശുശ്രൂഷയ്ക്കായി, അതായത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ, ആമേൻ, അത് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയത് ആമേൻ നമ്മുടെ ജീവിതത്തിലും അതിന്റെ ഭാഗമാകണമെന്ന്. देखिए, उसको मिला वो जो सेवकाई है वो हमारे जीवन में भाग होने के लिए है। അത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആമേൻ വെളിപ്പെടുത്തി എഴുതുന്നുണ്ട്. पत्र लिखने के समय वो एकदम व्यक्ति से कहता भी है। 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം പാസ്റ്റർ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ, യെസ്, പാസ്റ്റർ മോടെ സൗണ്ട് ഇച്ചിരി കൂടെ ഉറക്കെ പറയാമോ? കേൾക്കുന്നില്ല. ഓക്കെ. दूसरा कोरिन्थियों उसका 4 उसका 10 हम पढ़ने के समय उसमें हम देखते हैं 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. दूसरा कोरिन्थियों 4 का 10 में हम ऐसा पढ़ते हैं, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. हम यीशु की मृत्यु को अपनी देह में हर समय के लिए फिरते हैं कि यीशु का जीवन भी हमारा देह में प्रकट हो। ആമേൻ. ഇവിടെ പറയുന്നത് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. यहाँ बोला है कि हम यीशु की मृत्यु को अपनी देह में हर समय लिए फिरते हैं അപ്പൊ യേശുവിന്റെ മരണവും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കണം. कि यीशु का जीवन भी हमारी देह में प्रकट हो। കാരണം ഇവിടെ പറയുന്നത് ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. क्योंकि लिखा है कि क्योंकि हम जीते जी सर्वदा यीशु के कारण मृत्यु के हाथ में सौंपे जाते हैं कि यीशु का जीवन भी हमारे मन हर शरीर में हो पाए। അപ്പൊ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ, तो हम यीशु मसीह का जो होना चाहिए है, तो ആമേൻ, യേശു നിമിത്തം മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുക. यीशु मसीह के द्वारा मरने को होना चाहिए। ആമേൻ. യേശു നിമിത്തം മരണത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. यीशु मसीह के द्वारा मरने में हम जाना चाहिए। അപ്പോ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ അനുഭവിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടിയിരിക്കുന്നു. तो जाएंगे तो यीशु मसीह के जीवन में जो हुआ तो वो हमारे जीवन में होगा। അങ്ങനെ പൗലോസ് പറയുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. पौलुस कहता है कि तो वैसा जो मृत्यु हम पर प्रभाव डालती है, അപ്പോ ആമേൻ, ക്രിസ്തുവിന്റെ ആ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീരണമെന്ന് ദൈവവചനം പറയുന്നു. यीशु से वचन कहता है कि उस मसीह के साथ हमें एक होना है। കാരണം യേശുവിന്റെ മരണത്തിനോട് സദൃശ്യനായി തീരുക. यीशु मसीह के मरणहार उससे हमें सदृश बनना है। ആ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, रोमी किताब में आने के समय റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. रोमियो 6 का 5 में ऐसा पढ़ते हैं, അവിടെ അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് ലേഖനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. प्रेरित पौलुस रोमा कलीसिया को ऐसा बोलते हैं, അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. क्योंकि यदि हम उसी की मृत्यु की समानता में उसके साथ जुड़ गए हैं तो निश्चय उसके जी उठने की समानता में भी जुड़ जाएंगे। അപ്പോ യേശുവിന്റെ മരണത്തിന് സദൃശ്യമായി തീരണം. तो यीशु मसीह के जो है मरने के उससे हमें एक होना है। കാരണം ഇവിടെ 6-ാം അധ്യായം സ്നാനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുക.
क्योंकि प्रेरित पौलुस यहाँ पे बपतिस्मा के बारे में बताते हैं। സ്നാനം യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ ഒരു സദൃശ്യമായി തീരുമ്പോൾ बपतिस्मा जब यीशु मसीह की मृत्यु के साथ वो होता है तो ആമേൻ യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിയായി തീരുമ്പോൾ यीशु मसीह की मृत्यु में भागीदार होना जैसा हो गया है, യേശു തന്റെ ശരീരത്തിൽ അനുഭവിച്ചതായ കഷ്ടതകൾ വേദനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. यीशु मसीह उनके जीवन में अनुभव किया हुआ कष्ट और दुख सब हमारे जीवन में आ सकता है। കാരണം പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു തന്റെ ശരീരത്തിൽ അനുഭവിച്ചതിന്റെ ചില കാര്യങ്ങൾ ഞാനും എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. पौलुस कहता है कि मसीह जो उनके जीवन में हुआ तो वो मेरे जीवन में भी होता है। കാരണം 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ कि दूसरे तिमोथी का पत्री पढ़ने के समय നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴുമെന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. उसे लिखा है कि हम अगर उनके साथ मरते हैं तो हम जिएंगे भी, और अगर उनके सहते हैं तो उनके साथ जिएंगे भी। അപ്പോ അവനോടുകൂടെ മരിച്ചാൽ മാത്രമേ കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. तो उनके साथ मरेंगे तो ही जी सकते हैं। ക്രിസ്തുവിനോട് കൂടെ നാം മരിക്കേണ്ടിയിരിക്കുന്നു. मसीह के साथ हमें मरना है। അപ്പൊ ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ മാത്രം ഒരു ഉയർപ്പുള്ളൂ. मसीह के साथ मरेंगे तो ही एक जी उठना है। മരണമില്ലാതെ ഒരു ഉയർപ്പില്ല. मृत्यु नहीं है तो जी उठना नहीं है। അപ്പൊ മരണമുണ്ടെങ്കിൽ ഒരു ഉയർപ്പുമുണ്ട്. मृत्यु है तो जी उठना है। മരണമെന്ന് പറയുമ്പോൾ യേശു കാൽവരി ക്രൂശിൽ സഹിച്ചതായ വേദനകൾ നമ്മൾ മനസ്സിലാക്കണം. मृत्यु मतलब ये है कि यीशु मसीह जो कलवरी क्रूस पे सहा हुआ उस दुखों को भोगना। മരിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. मरना मतलब वो आसान काम नहीं है। ആമേൻ. ആ ക്രിസ്തു സഹിച്ചതായ കഷ്ടതകളും വേദനകളും നാം മനസ്സിലാക്കിയിരിക്കുന്നു. मसीह ने सहा हुआ कष्ट और दुख है वो हमें सहना चाहिए। അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ मसीह जिंदगी बोलेंगे तो യേശു ക്രിസ്തു പറഞ്ഞു यीशु मसीह ने कहा ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാ പറഞ്ഞു. कष्ट है करके कहा। ആമേ. ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നല്ല പറഞ്ഞ്, सब कुछ मेरा करके नहीं बोला गया है। ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാ പറഞ്ഞ്. कष्ट है करके कहा, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ. फिर भी तुम धैर्य रहो, എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. मैंने जो है दुनिया को जीत അപ്പൊ ലോകത്തെ ജയിച്ച കർത്താവാണ് നമ്മോട് കൂടെ लिया। ഉള്ളത്. तो दुनिया को जीता हुआ मसीह हमारे साथ है। അപ്പൊ ലോകത്തിലെ അനേക കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. तो दुनिया में बहुत सारे कष्ट आ सकते हैं। കാരണം ദൈവവചനം പറയുന്നു നമ്മൾ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ളവരാ. परमेश्वर वचन कहता है हम बहुत सारे कष्ट उठाकर परमेश्वर के राज्य प्रवेश करना है। കാരണം ഇന്ന് ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ഈ കഷ്ടങ്ങൾ വരാൻ പാടില്ല. कि आज मसीह जिंदगी बोलने के समय कष्ट नहीं होना चाहिए। കാരണം അനേകരുടെ ധാരണ ഇങ്ങനെയാ, क्योंकि बहुत लोग ऐसे सोचते हैं ഞാൻ രക്ഷിക്കപ്പെട്ട് പെന്തക്കോസിൽ ചേർന്നാൽ പിന്നെ എനിക്ക് രോഗം വരാൻ പാടില്ല, मैं अगर उद्धार पाके पेंतेकोस्त में आया तो मुझे बीमारी नहीं होना चाहिए, എനിക്ക് കഷ്ടമോ നഷ്ടമോ ഒന്നും വരാൻ പാടില്ല, मुझे कष्ट या नष्ट नहीं होना चाहिए, എപ്പോഴും അനുഗ്രഹമായിരിക്കണം. हमेशा अनुग्रह होना चाहिए। കാരണം അവര് പറയുന്നത് ये बोलते हैं ആമേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. मसीह जिंदगी वो सौभाग्य जिंदगी है, അതുകൊണ്ട് സൗഭാഗ്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ വരാവൂ എന്നാ ചിന്തിക്കുന്നത്. इसीलिए सिर्फ आशीष ही आना चाहिए जिंदगी में। പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ പിന്നാലെ നമ്മൾ കടന്നു പോകുമ്പോൾ ये लोगों अगर मसीह की हम जाते हैं तो ആമേ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നുപോയ പാതകളിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരും. हमारे जीवन में यीशु मसीह गए उस रास्ते में हमें भी जाना पड़ेगा। ആ പാതകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു तो വരും. रास्ते जाने के समय कई सारे मुश्किल आ सकते हैं, എന്നാൽ ആ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടിവിപ്പാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. परंतु सारे मुश्किलों से छुटकारा देने के परमेश्वर हमारे साथ है। അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഏതെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്നാലും समझना है कि सारे चाहे कोई मुश्किल क्यों ना हो അവിടെ എല്ലാം നമ്മെ കരം പിടിച്ച് നടത്തുവാൻ യേശു നമ്മോട് കൂടെയുണ്ട്. वहाँ सभी जगह हाथ लेके चलाने के परमेश्वर हमारे साथ है। ആമേൻ. പൗലോസ് പറയുന്നത് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നുവെന്ന്. वचन कहता है कि यीशु मसीह हम यीशु की मृत्यु को अपनी देह में हर समय के लिए फिरते हैं कि यीशु का जीवन भी हमारी देह में प्रकट हो। അപ്പൊ യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണം വഹിക്കണം. तो यीशु मसीह की मृत्यु को अपनी देह में हर समय लिए फिरते हैं क्योंकि यीशु के जीवन भी हमारी देह में प्रकट हो। അതെ, ആ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകണമെങ്കിൽ ആ മരണം നമ്മൾ വഹിച്ചേ മതിയാവും. तो यीशु मसीह का जो जीवन हमारे देह में प्रकट होना है तो अपनी देह में हर समय उनका मृत्यु का भी होना चाहिए। പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ജീവൻ വേണം,
കാരണം യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ വന്നു എന്ന്. परंतु हम सोचते हैं कि हमें जीवन चाहिए क्योंकि यीशु मसीह ने कहा कि मैं जीवन देने आया हूँ। അത് ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് ആമേൻ പ്രൈസ് ദി ലോർഡ് അത് അധികമായി നൽകുവാനുമാണ് ഞാൻ കടന്നു വന്നതെന്ന് യേശു പറഞ്ഞു. मैं जीवन देने आया हूँ, वो अधिक देने आया हूँ करके यीशु मसीह ने कहा। അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ ജീവൻ വെളിപ്പെടണം, അനുഗ്രഹം വെളിപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കണം. इसलिए हम सोचते हैं हमारे जीवन में वो अनुग्रह होना चाहिए करके। പക്ഷെ അനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ ആ ജീവൻ വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണം നമ്മൾ വഹിക്കണം. परंतु अनुग्रह होना है तो जीवन दिखना है तो मसीह का मृत्यु भी हमें सहना है। അതുകൊണ്ട് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, इसलिए पौलुस गलातियों को पत्र से ऐसा कहा, ക്രിസ്തുവിന്റെ ചൂട് അടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. मसीह का वो गरम जो है वो मेरे जीवन में मैंने प्राप्त किया है, അത് ഞാൻ എന്റെ ശരീരത്തിലേക്ക് വഹിക്കുക. मेरे जीवन को मैंने प्राप्त किया है। ഒരിക്കൽ പൗലോസിനോട് പറഞ്ഞു, पौलुस से कहा, അവൻ നിന്നെ യെരൂശലേമിൽ ബന്ധിക്കപ്പെടുവാൻ പോകുക. तुम्हें जो है यरूशलेम में बंदीगृह बनाने वाले हैं। അവൻ പൗലോസിനെ അതുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരും അവിടുത്തെ വിശ്വാസികളും പൗലോസിനെ യെരൂശലേമിലേക്ക് അയക്കുവാൻ ഭയപ്പെട്ടു. इसीलिए वहाँ के शिष्य, वहाँ के सभी लोग जो पौलुस को यरूशलेम में छोड़ने से मना कर रहे। അവർ പറഞ്ഞു, പൗലോസ് നീ പോകരുത്, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ ബന്ധിക്കപ്പെടും. उन लोग ने कहा कि पौलुस मत जा, तू अगर जाएगा तो तू बंदीगृह में हो जाएगा। അതുകൊണ്ട് നീ ഏതൊരു കാരണവശാലും പോകരുതെന്ന് അവനെ വിലക്കുവാനും കരയുവാൻ തുടങ്ങി. तो तू मत जाना ऐसे बोल के रोने लगे। അപ്പോൾ ഈ പൗലോസ് പറഞ്ഞതായ ഒരു വചനമുണ്ട്, फिर पौलुस ने वचन कहा, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയത്തെ വ്യസനിപ്പിക്കരുത്. तुम रो के मेरा हृदय को दुख मत दिलाइए। യേശുവിന് വേണ്ടി ബന്ധിക്കപ്പെടുവാനല്ല മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുക. यीशु मसीह के लिए सिर्फ बंदी होना नहीं बल्कि मरने के लिए भी तैयार। കാരണം ആ മരണം എന്തെന്ന് പൗലോസിനറിയാം. कि मृत्यु क्या है करके पौलुस को पता है। അനേക പ്രാവശ്യം ആ മരണം മുന്നേ കണ്ടവനാണ് പൗലോസ്. कई बार मृत्यु को जो है सामने देखा हुआ है पौलुस। യേശുവിന് വേണ്ടി അനേക കഷ്ടങ്ങൾ സഹിച്ചവനാണ് പൗലോസ്. यीशु मसीह के लिए अनेक कष्ट सहा हुआ है पौलुस। അതുകൊണ്ട് പൗലോസ് പറയുന്നത്, फिर पौलुस कहता है, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. यीशु मसीह का जीवन हमारे शरीर में प्रकट होना है। പ്രിയമുള്ളവർ, യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുമ്പോഴാണ് ജനം നമ്മെ തിരിച്ചറിയുന്നത്. प्रिय लोगों, यीशु मसीह का जीवन हमारे अंदर प्रकट होने के समय लोग हमें पहचानने लगते हैं। യേശുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തിടത്തോളം यीशु मसीह का जीवन हमारे जीवन में नहीं प्रकट करते हैं तो നമുക്ക് ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കഴിയില്ല. हम लोगों को मसीह की ओर अगुवाई नहीं कर पाएंगे। ജനത്തിന് നമ്മെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. लोग हमें समझ नहीं पाएंगे। അത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. हम मसीह का जिंदगी हमारे जीवन में प्रकट होना चाहिए। അത് വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കേണ്ടിയിരിക്കുന്നു. वो प्रकट होना है तो जो मसीह का मृत्यु भी होना चाहिए। അപ്പോ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് यीशु मसीह का जो है मृत्यु प्रकट होने के लिए പൗലോസ് പറയുന്നു, ഞാൻ എപ്പോഴും ശരീരത്തിൽ മരണം കൊണ്ട് നടക്കുക. मैं हमेशा मेरी जिंदगी में जो है वो मौत को लेके घूमता हूँ। എന്തിനെന്നറിയാമോ? क्यों पता है? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ क्योंकि जब भी हम दूसरा कोरिन्थियों की किताब उसका 1:5 पढ़ने के समय ഇവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. क्योंकि वापस चलेगा, क्योंकि जैसे मसीह के दुख हमको अधिक होते हैं वैसे ही हमारी शांति से मसीह के द्वारा अधिक होती है। അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് തന്നെ ക്രിസ്തുവിന്റെ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. है कि जो यीशु मसीह के दुख हमको जो है अधिक होते हैं वैसे ही हमारी शांति मसीह के द्वारा अधिक होती है। അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എത്ര വർദ്ധിക്കുന്നോ അതുപോലെ തന്നെ ആശ്വാസവും വർദ്ധിപ്പിക്കുന്നുണ്ട്. हाँ प्रिय लोगों, हमारे जीवन जितना कष्ट जैसे बढ़ता है वैसे ही हमारे जीवन में वो जो है मसीह का जिंदगी बढ़ता है। അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, मैं ऐसा कहता हूँ, മധുരത്തിന്റെ മധുരം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്പം കയ്പ് രുചിച്ചു നോക്കണം. जो है वो मीठा क्या समझना है कि थोड़ा कड़वा करना चाहिए। നമ്മൾ മധുരം മധുരം എന്ന് പറയാറുണ്ട്. हम मीठा मीठा करके बोलते हैं। ആ മധുരത്തിന്റെ യഥാർത്ഥ മധുരം തിരിച്ചറിയണമെങ്കിൽ അല്പം കയ്പ് നമ്മൾ രുചിച്ചു നോക്കണം. वो जो है मीठा हमें समझना है तो थोड़ा कड़वा हमें समझना पड़ेगा। അതിനുശേഷം നമ്മൾ ആ മധുരം രുചിക്കുമ്പോൾ അത് വളരെ അനുഭവപ്പെടാൻ കഴിയും. हमें जो है तभी ही वो अनुभव होएगा, वो भला अनुभव होगा। ആമേൻ. ആ മധുരത്തിന്റെ മധുരം എന്തെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. मीठा तभी समझ में आएगा। നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, हमारे जीवन में आने वाले जो है समस्या है, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടങ്ങൾ, हमें जीवन में आने वाले कष्ट, അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയതിനു ശേഷം उनका जो है पूर्ति में पहुंचने के समय, അതിൽ നിന്നും നന്മ ലഭിക്കുമ്പോൾ, उससे भी अनुग्रह प्राप्त करने के समय, ആമേൻ, അല്ലെങ്കിൽ ആ കഷ്ടത കഴിഞ്ഞിട്ടുള്ള നന്മ പ്രാപിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
हो सकता है कि वो कष्ट होके जो भी भलाई आने के समय हम समझ पाएंगे। നമ്മൾ ഈ അനുഭവിച്ചതായ കഷ്ടങ്ങളും നഷ്ടങ്ങളുടെയും ഫലം എന്തെന്ന് അപ്പോൾ മനസ്സിലാക്കും. हम ये जो है जो कष्ट और नष्ट उठाए हैं उसका क्या है फल करके तभी पता चलेगा। കാരണം യാക്കോബ് പറയുന്നത് അവൻ കൊള്ളാകുന്നവൻ തിരിഞ്ഞു വന്നതിന് ശേഷം क्योंकि याकूब कहता है कि वो अच्छा है करके वापस आने के बाद ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ये जीवन में जो ये परीक्षा आने के समय ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. परीक्षा सहने वाला व्यक्ति जो है भाग्यवान है അവൻ करके കൊള്ളാകുന്നവനായി തിരിഞ്ഞു വന്ന ശേഷം वो अच्छा होकर जब आने के समय അവന് ലഭിക്കുന്നതായ ഒരു കിരീടമുണ്ട്. उसको जो एक मिलने वाला मुकुट ഇപ്പൊ है। നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കഷ്ടങ്ങൾക്കും പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട്. तो हम जो है कष्ट जो सह रहे हैं उसके पीछे ये अनुग्रह भी है। നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ വേദനകൾക്കും പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട്. हमारे जीवन में आने वाले सारे दर्द के लिए अनुग्रह है। നമ്മൾ അനുഭവിക്കുന്ന ഓരോ നഷ്ടങ്ങൾക്കും പിന്നിലും ഒരു അനുഗ്രഹമുണ്ട്. जनों करने वाले नष्ट के लिए भी एक है। ആ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ वो अनुग्रह प्राप्त करना है तो നമ്മൾ ആ നഷ്ടത്തിൽ കൂടെയും കഷ്ടത്തിൽ കൂടെ കടന്നു പോയാൽ മതിയാവും. हम वो नष्ट कष्ट की ओर से गुजरना चाहिए। നമ്മൾ ഈ കടന്നു പോകുന്ന പാതകളിൽ ആമേൻ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. तो ये जो है रास्ते में परमेश्वर हमारे साथ रहेंगे। ആമേൻ. പൗലോസ് പറയുന്നു, पौलुस कहता है ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. हम कष्ट अनुभव करते हैं तो तुम्हारे जो आश्वास के लिए है। ആമേൻ. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. पौलुस यहाँ पे कहता है यदि हम केवल क्लेश पाते हैं तो यह तुम्हारी शांति और उद्धार के लिए है, और यदि उन्हें शांति पाते तो यह तुम्हारी शांति के लिए है, जिसके प्रभाव से तुम धीरज के साथ उन क्लेशों में सह लेते हो जिन्होंने हमें सहते हैं। അതെ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. और हमारी आशा तुम्हारे विषय में दृढ़ है, क्योंकि हम जानते हैं कि तुम जैसे देखो कि वैसे ही शांति से भी सहभागी हो। അപ്പോ ആമേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീരുമ്പോൾ तो मसीह के इसमें कष्ट में जो भागीदार होने के समय പ്രിയമുള്ളവരെ നമ്മുടെ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ആമേൻ എന്താ നന്മകളും വർദ്ധിക്കും. तो हमें जो मिलता है अनुग्रह और जो भलाई है वो बढ़ता है। 2 കൊരിന്ത്യർ 1:9 കടന്നു ചെല്ലുമ്പോൾ जब हम दूसरा कुरिन्थियों उसका 1:9 में जाने के समय പൗലോസ് ഇങ്ങനെ പറയുന്നു, और ऐसा कहता है അത് ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. वरन हमने अपने मन में समझ लिया था कि हम पर मृत्यु की आज्ञा हो चुकी है, कि हम अपना भरोसा ना रखें वरन परमेश्वर को जो मरे हुए को जिलाता है। അപ്പോ ആമേ ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീരും. मसीह के मौत में भागीदार होना है, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് ലഭിക്കും. तभी हमारे जीवन में एक बढ़ोतरी होगा। കാരണം ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കാൻ പറ്റത്തുള്ളൂ. मसीह में मरेंगे तो मसीह में जी सकते हैं। അപ്പോ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ മരിക്കണം. मसीह में जीना है तो मसीह में मरना होगा। മരിക്കുക എന്ന് പറയുമ്പോൾ അത് നിസാര വിഷയമല്ല. मरना तो आसान नहीं है, ആമേൻ. വേദനാജനകമായ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. दुख की बातें हो सकती है। ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത് അതെ, ആ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീരണം. प्रिय लोगों, वचन कहता है कि मसीह में हमें एक होना है। കാരണം പത്രോസ് പറയുന്നത് ആമേൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ പങ്കാളികളാകും തോറും क्योंकि पतरस कहता है कि जितना तुम मसीह के दुख में भागीदार होते रहोगे, ആമേൻ നിങ്ങൾ അതിന് പങ്കാളികളാകും തോറും നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിക്കുന്നു. कितना भागीदार होते हो उतना अनुग्रह प्राप्त करते 1 പത്രോസിന്റെ ലേഖനം 4-ാം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ पहला पत्रस का 4:13 पढ़ने के समय ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. पर वचन में ऐसा लिखा है कि पर जैसे जैसे मसीह के दुखों में सहभागी होते हो आनंद करो, जिससे उसकी महिमा के प्रकट होते समय भी तुम आनंदित और मगन हो। ആമേൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും मसीह के जो है उसमें भागीदार होते होने। കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും അയച്ചു തന്നു. पिछले दिनों में प्रभु के दास ने कुछ वीडियो फोटो भेजे। ആമേൻ. അദ്ദേഹത്തിന്റെ ആരാധനയുടെ ഫോട്ടോസ് അയച്ചു. उनकी आराधना का फोटो भेजा അതോടൊപ്പം തന്നെ വേറെ കുറച്ച് ഫോട്ടോസ് അയച്ചു. और भी कुछ फोटोज भेजे थे। ആ ദൈവദാസൻ ആമേൻ കർത്താവിന് വേണ്ടി വളരെ
കഷ്ടങ്ങള് നഷ്ടങ്ങളെ സഹിച്ച് സുവിശേഷ വേല ചെയ്യുക. वो प्रभु के दास जो है परमेश्वर के लिए कष्ट सब सह के जो है काम कर रहे हैं। ഒറീസയുടെ പ്രദേശത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ कि इस जगह में परमेश्वर के रुकने समय താൻ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ 2 ബൈക്കുകൾ ബജരംഗ ദൾകാർ കത്തിച്ചു തുടങ്ങി. उन्होंने कहा कि जो है पिछले दिनों में उनके 2 बाइक जो है बजरंग दल ने जला दिए। അദ്ദേഹത്തിന്റെ മാതാവിനെയും സഹോദരനെയും വളരെ മൃഗീയമായി ഉപദ്രവിച്ചു. उनके माता को और भाई को बहुत बुरी तरीके से मारा। ആമേൻ. ശരീരം മൊത്തം രക്തവുമായിട്ട് നിൽക്കുന്ന ആ ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ ഇടയായി. शरीर पूरा जो है खून से भरा फोटो मुझे भेजे। അവർ ഇത്രയും കഷ്ടതയും പ്രശ്നങ്ങളും സഹിക്കുമ്പോഴും वे तक कष्ट और न सहने के समय भी ആമേൻ ഇന്നും അവർ അവിടെ സുവിശേഷ വേലയിൽ വളർന്നു വരുന്നുണ്ട്. वे अभी भी वहाँ पे सेवाई करते आ रहे हैं। ക്രിസ്തുവിന് വേണ്ടി അവർ സഹിക്കുന്ന കഷ്ടങ്ങൾ, मसीह के लिए जो सह रहे कष्ट है, ആമേൻ അവർക്കൊരു പ്രത്യാശയുണ്ട്. ആമേൻ ദൈവം ഒരു ദിവസം ഇതിനെല്ലാം ഒരു പ്രതിഫലം നൽകും. वहाँ पे एक आशा है कि परमेश्वर एक दिन ये सबका प्रतिफल। ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഭയന്നോടും. हमारे जीवन में छोटे समस्या आने से हम डर गए। ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി, നമുക്ക് പിന്നെ നിലനിൽപ്പില്ല. हमारे जीवन में फिर एक छोटे से भी कष्ट क्यों ना आए तो हम रुक नहीं पाते हैं। എന്നാൽ ഒരു ഭാഗത്ത് അനേകർ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ, परंतु अनेक लोग जो मसीह के सहने वाले कष्ट है, അവർക്കൊരു പ്രത്യാശയുണ്ട്, उन्हें एक प्रत्याशा है, അവർക്കൊരു ഉറപ്പുണ്ട്. उनको एक निश्चय है। ഞങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്നതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. आज जो हम अनुभव कर रहे हैं उस सबको एक प्रतिफल है। ഇന്ന് ഞങ്ങൾ കഷ്ടതയും ദുഃഖവും അനുഭവിക്കുന്നുവെങ്കിൽ, आज हम कष्ट और दुख से अनुभव करने के समय ഞങ്ങൾ കണ്ണുനീരോടുകൂടെ ഈ വിതയ്ക്കുന്നുവെങ്കിൽ, हम जो है आंसुओं से अगर हम बो रहे हैं तो ഒരു ദിവസം ഞങ്ങൾ ആർപ്പോടെ അത് കൊയ്തെടുക്കും. एक दिन हम खुशी से उसे काटेंगे। അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറയുന്നത്, क्या पतरस कहता है, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. किसी के कष्ट में भागीदार होते समय भी खुश रहो। ആമേൻ. അങ്ങനെ സന്തോഷിക്കുമ്പോൾ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കാൻ ഇടവരും. खुश होने के समय वो जो है उस महिमा में हम आनंदित हो सकते हैं। ആമേൻ. ഇവിടെ ആനന്ദിക്കാനല്ല, ആമേൻ ആ മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആനന്ദിക്കാൻ കഴിയുമെന്ന यहाँ पर नहीं परंतु शुद्ध में प्रवेश करने के बाद हम आनंदित हो सकते हैं। പത്രോസ് പറയുന്നത്, पतरस कहता है, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. तो वहाँ पे ऐसा लिखा है कि मसीह फिर यदि मसीह के नाम की तुम्हें निंदा की जाती है तो तुम धन्य हो। ആമേ. എന്തെന്ന് ചോദിച്ചാൽ, മഹത്വത്തിന്റെ ആത്മായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. क्योंकि महिमा की आत्मा जो परमेश्वर की आत्मा है तुम पर छाया करते हैं। ആമേ. ദൈവ ആത്മാവ് നമ്മിൽ ആവസിക്കുന്നത് കൊണ്ട് परमेश्वर की आत्मा हमारे अंदर इसलिए ആമേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം. मसीह का जो है उसमें कष्ट में हमें खुश അത് होना है, അത് നമ്മൾ സഹിക്കണമെന്നാ പറയുന്നത്. वो हमें सहना है करके बोला है। ആമേ. പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ നിന്ന് വഹിച്ചുകൊണ്ട് ആമേ നിങ്ങൾ എന്താ ശിക്ഷ അനുഭവിക്കണമെന്നാ. पतरस कहता है कि तुम जो वो निंदा जो है उसको सहना चाहिए। ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ നിന്ദ സഹിക്കണം. मसीह रुकने के समय वो जो है निंदा हो सकता है। കാരണം പത്രോസ് പറയുന്നത്, पतरस कहता है നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. कि भी जो है झूठ बोलने वाले या हत्या करने वाले ऐसा कोई नहीं है। ആമേൻ. നിങ്ങൾ ആമേൻ പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടുമല്ല. और ना ही तुम जो है घर में काम करते हो। ആമേൻ. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ദുഃഖം അനുഭവിക്കണമെന്നല്ല. जो है वहां पे ये नहीं बोला है कि तुम जो है पराये काम में हत्या करके जो है कारण दुख पाए, ആമേൻ. നിങ്ങൾ ദുഷ്പ്രവർത്തികരായിട്ട് നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നല്ല. और तुम जो है बुरे काम करके दुख पाओ। ആമേൻ. നിങ്ങൾ ലോകപരമായി ജീവിച്ച് കഷ്ടം അനുഭവിക്കുന്ന വിഷയമല്ല പറഞ്ഞത്. तुम दुनिया के हिसाब से जीने के बाद कष्ट जो उठाते हो उसके बारे में नहीं बोलते हैं। യേശുവിന്റെ നാമം വഹിച്ചുകൊണ്ട് നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ, तो यीशु मसीह का जो है नाम के इसमें तुम कष्ट उठाते हो तो ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ मसीह होने के बावजूद भी ऐसा कष्ट होने के समय ലജ്ജിക്കരുതെന്നാ പറഞ്ഞത്. कभी शर्म ना होना। ആമേൻ. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രയേ വേണ്ടത്. तो ये नाम बोल के जो है मसीह को महिमा करना चाहिए, वही होना चाहिए। അപ്പൊ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയ്ക്ക് നീ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, एक मसीह के बच्चे का बोल के तुम्हें कष्ट सहना पड़ा, ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നീ നഷ്ടം സഹിക്കേണ്ടി വന്നാൽ, मसीह कहे करके बोल के तुम्हें अगर कष्ट शुरू हो, ആമേൻ, ഈ നാമം ധരിച്ചുകൊണ്ട് നീ ലജ്ജിക്കേണ്ട. ये नाम लेकर तुम लज्जा नहीं होना। ചിലപ്പോ ലോകത്തിന്റെ മുമ്പേ ആമേ നിന്ദിച്ചെന്ന് വരാം. शायद लोगों के सामने तुम्हें जो है ठीक से नहीं देखेंगे ഒരു പരിഹാസ വിഷയമാക്കി തീർത്തെന്ന് വരാം. और मजाक उड़ा सकते हैं, ആമേൻ. എന്നാൽ നീ ലജ്ജിക്കരുത്.
लेकिन तुम जो है उसमें रजित नहीं होना। ആമേൻ. കാരണം ഈ നാമം ധരിച്ചുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടതെന്ന്. के कारण लेके तुम परमेश्वर को महिमा करना यही है। കാരണം ആമേൻ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായിരിക്കുക. कि न्याय जो है परमेश्वर के चरण में होना शुरू हो गया। അതെ, ന്യായവിധി ദൈവഭവനത്തിൽ തന്നെ അത് ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായിരിക്കുക. न्याय जो है वो परमेश्वर के चरणों में होना है। അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയ്ക്ക് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, इसलिए जीवन में प्रश्न आने के समय, ഈ ലോകം നിന്നെ പകയ്ക്കുമ്പോൾ, ये जो दुनिया तुम्हें छोड़ने के നിന്റെ समय, കൂടെ നിൽക്കേണ്ടവർ നിന്നെ വിട്ടുമാറുമ്പോൾ, वह साथ रहने वाले तुम्हें छोड़ देने के समय, ആമേൻ, എല്ലാവരും നിന്റെ ശത്രുക്കളായി തീരുമ്പോൾ, सभी तुम्हें कष्ट, तुम्हारे शत्रु होने के समय, നീ ഭാരപ്പെടരുത്. बोझ नहीं उठाना। ആമേൻ, നീ പ്രയാസപ്പെടരുത്. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. ये परमेश्वर तुम्हारे साथ है। ആമേൻ, ഈ സകലത്തിൽ നിന്നും വിടുവിക്കുക മാത്രമല്ല, ये सबसे सिर्फ उद्धार देना ही नहीं, നിന്നെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ, आपको जो है महिमा में एक प्रवेश कराने के लिए, ആമേൻ, നിനക്ക് പ്രതിഫലം നൽകുവാൻ प्रतिफल देने के നിന്റെ लिए കർത്താവ് നിന്റെ കൂടെയുണ്ട്. एक मसीह तुम्हारे साथ है। അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ इसलिए मसीह जिंदगी में ആമേൻ, കഷ്ടങ്ങളും നഷ്ടങ്ങളും കടന്നു വരുമ്പോൾ कष्ट नष्ट होने के समय പതറിപ്പോകരുത്. तुम जो है डगमगाना नहीं, അത് ലജ്ജിച്ചു പോകരുത്. लज्जित नहीं होना, നിരാശപ്പെടരുത്. निराशा नहीं होना, സന്തോഷിക്കുക വേണ്ടത്. खुश होना है। എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് मेरे जिंदगी में जो हो रहा है ആമേൻ, കർത്താവ് അറിയാതെയല്ല, मसीह जाने भी नहीं है। കർത്താവ് അറിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമ്പോൾ अगर मसीह एक भी अगर मेरी जिंदगी में होता है तो ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ല. मुझे पहुंचने की जरूरत नहीं है, കാരണം എന്നിൽ യേശു വസിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. क्योंकि मेरे अंदर मसीह जीता है, इसलिए ये होता है। പ്രിയമുള്ളവരെ, ലോകപരമായി നമ്മൾ ജീവിച്ചപ്പോൾ, वे लोगों जो है दुनिया के इसमें चलने के समय, നമ്മൾ ലോക മനുഷ്യരായി ജീവിച്ചപ്പോൾ, हम मसीह जो है मनुष्य में जीने के നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതായ വിഷയങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുവെങ്കിൽ नहीं होने बातें अभी होता है, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, बात हमें समझना है। അത് നമുക്ക് വിരോധമായിട്ടല്ല വരുന്നത്, वो हमारे लिए नहीं है, അത് ക്രിസ്തുവിന് വിരോധമായിട്ടാണ്. അതിന്റെ ഏറ്റവും വലിയ അടയാളങ്ങൾ, അനേക സംഭവങ്ങൾ ബൈബിളിലുണ്ട്. तो उसके लिए जो है अनेक संभव हम देख सकते हैं बाइबल में। യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചാൽ അവർ പറയും, यीशु मसीह के शिष्यों को देखे तो हम वो भी कहेंगे, അവൻ ഞങ്ങൾ അനേകം പ്രാവശ്യം കടലിൽ പോയതാ, हमने कई बार दरिया में गए थे, ഞങ്ങൾ അനേകം കാറ്റും കോളും കണ്ടതാ, हमने बहुत सारे आंधी तूफान देखा है, ഞങ്ങൾ അനേക തിരമാലകൾ കണ്ടതാ. बहुत बार जो है जब देखा है, പക്ഷേ ആമേൻ, അപ്പോഴൊന്നും സംഭവിക്കാത്ത സംഭവങ്ങളായി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. पर अभी कुछ नहीं हुआ, बात हमारे जीवन में अभी हो रहा है। യേശു ഞങ്ങളുടെ ആമേൻ പ്രൈസ് ദി ലോർഡ് ബോട്ടിൽ കയറിയതിനു ശേഷം, यीशु मसीह हमारे जो है इसमें चढ़ने के बाद, അതെ, ഞങ്ങളുടെ ബോട്ടിൽ യേശു കയറിയതിനു ശേഷം ആ പ്രശ്നങ്ങൾ വർദ്ധിച്ചത്. हमारे जहाज यीशु में चढ़ने के बाद ही प्रश्न हुआ, ഇതുവരെയും ഇല്ലാത്ത പ്രശ്നങ്ങൾ, अभी तक नहीं हुआ प्रश्न, ഇതുവരെയുള്ളതെല്ലാം ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. अभी तक सब कुछ जो है नियंत्रण में था, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. परंतु अभी नियंत्रण करे बिना जो है वैसा प्रश्न आ गया, ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. जो है वहां पे हम देखते कि हमारे जीवन में हम नहीं सोचे तो उसके बारे में आता है। അത്രയും വലിയ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ इतना बड़ा समस्या आता है तो അവർ പറയും, ഇത് ഞങ്ങൾക്ക് വിരോധമായിട്ടല്ല വരുന്നത്, वो कहते हैं कि हमारे विरुद्ध नहीं आया है, ഞങ്ങളോട് കൂടെയുള്ള യേശുവിന് വിരോധമായിട്ടാണ് വരുന്നത്. ये हमारे पास आए यीशु मसीह के बाद, യേശുവിന് വിരോധമായിട്ട് കടന്നു വരുന്നത് കൊണ്ട് यीशु मसीह के विरोध में होता है। അതവർ മനസ്സിലാക്കിയപ്പോൾ वो लोग समझते हैं तो അവർ യേശുവിനെ ഉണർത്തി. उन्हें यीशु मसीह को जगा, അവർ അതുവരെയും അവരെ കൊണ്ട് പരിശ്രമിക്കാനുള്ളതെല്ലാം പരിശ്രമിച്ചു. तब तक जितना तो उनसे होता उतना किया, അവരൊത്തിരി ആമയെ ശ്രമിച്ചു നോക്കി. बहुत कोशिश किए, ഈ ആമേൻ കാറ്റിൽ നിന്നും കോളിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർ പരിശ്രമിച്ചു. वो मसीह ने इतना साल में उनको जो बताया है कि वो ऐसे तूफान से सब वो बचा सकते हैं। അവർ ഈ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ जैसे ही उन्हें पता चला कि ये जो तूफान से नहीं आ सकते हैं बाहर, ആമേൻ, അപ്പോൾ അവർ യേശുവിനെ ഉണർത്തി. तभी उन्होंने यीशु मसीह को കാരണം ഇത് യേശുവിന് വിരോധമായിട്ടാണ് വരുന്നത്. यीशु मसीह के विरोध में है, യേശു ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. यीशु मसीह उनके साथ है, इसीलिए वो യേശു ഇല്ലാതിരുന്നപ്പോൾ ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടില്ല. यीशु मसीह ऐसा एक जो है सिर्फ बताएंगे तो ऐसा होता नहीं था, എന്നാൽ യേശു ഉള്ളതിന് ശേഷം ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടും. यीशु मसीह आने का इतना बड़ा प्रश्न हुआ, അത് ഞങ്ങൾക്ക് വിരോധമായിട്ടല്ല, അത് യേശുവിന് വിരോധമായിട്ടാ. यीशु मसीह के विरोध ആ വിഷയത്തിൽ നിന്നും വിടുതൽ ലഭിക്കണമെങ്കിൽ में मिलना है, യേശുവിനെ ഉണർത്തണം. यीशु मसीह को जगाया, യേശുവിനെ ഉണർത്തിയേ മതിയാവും. അതുകൊണ്ട് അവർ യേശുവിനെ ഉണർത്തി. यीशु को जगाया, യേശുവിനെ ഉണർത്തിയപ്പോൾ यीशु मसीह को जगाने के समय യേശു സകലതും ശാന്തമാക്കി. यीशु में सब कुछ शांत किए। നമ്മുടെ ജീവിതത്തിലും हमारे जीवन में പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, प्रश्न बढ़ने के समय, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ ആമേൻ, യേശു നമ്മുടെ പടകിൽ ഉറങ്ങുകയാണോ? तो यीशु क्या हमारे इसमें सो रहे हैं? ആമേൻ, എങ്കിൽ യേശുവിനെ ഉണർത്തുക.
तो ऐसा है तो यीशु मसीह को जगाइए। യേശു ഉണരുമ്പോൾ यीशु मसीह जगाने ആ जगने से വിരുദ്ധമായി കടന്നു വരുന്ന പ്രതികൂലങ്ങൾ बिल्कुल है, അത് ശാന്തമാക്കുവാൻ കഴിയും. शांत हो जाता है। ആമേൻ. കാരണം ഇത് കടന്നു വരുന്നത് നമുക്ക് വിരോധമല്ല. क्योंकि ये जो आते हैं वो हमारे विरुद्ध में नहीं है, ആമേൻ. നമ്മളിൽ ഇരിക്കുന്ന യേശുവിന് വിരോധമായിട്ടാണ്. हमारे अंदर जो है यीशु मसीह के विरुद्ध। ആമേൻ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, इसलिए परमेश्वर का वचन कहता है, ആമേൻ, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. इसीलिए ऐसा लिखा है कि जो परमेश्वर की इच्छा के अनुसार दुख उठाते हैं वे भलाई करते हुए अपने 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 प्राण को विश्वास योग्य सृजनहार के हाथ में सौंप दे। അപ്പൊ ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവരുണ്ട്, तो यीशु मसीह के अनुसार भी कष्ट सहने वाले लोग हैं, ദൈവ ഇഷ്ടമല്ലാതെയും കഷ്ടം സഹിക്കുന്നവരുണ്ട്. और यीशु मसीह के बिना इसके भी कष्ट सहते അപ്പൊ അനേകരുടെ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്നത് ചിലപ്പോൾ ദൈവ ഇഷ്ടപ്രകാരമല്ലായിരിക്കും. हैं। तो हो सकता है बहुत जन के जीवन में जो कष्ट होता है वो परमेश्वर की इच्छा अनुसार नहीं होगा। അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? कैसे पता चलेगा? ആമേ. പലരും പറയുന്നത്, ഓ, ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ട് വരുന്നതാണ്. कई लोग कहते हैं कि ये सब परमेश्वर जानता आ रहा है। ആമേ. സ്വന്തമായിട്ട് ചില പ്രശ്നങ്ങളിൽ ചെന്ന് വീണിട്ട് खुद जाके कुछ प्रश्न में गिरने के बाद അതെല്ലാം ദൈവത്തിന്റെ പുറത്തുകൊണ്ടിടും. उसे परमेश्वर के ऊपर डाल देंगे। ആമേൻ. ഇവിടെ പറയുന്നത് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. यही बोला है कि जो मसीह की इच्छा अनुसार जो कष्ट सहे हुए लोग, അപ്പൊ ദൈവ ഇഷ്ടമല്ലാതെയും കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. मतलब यीशु मसीह का जो है इसके बिना भी जो है लोग कष्ट उठाते हैं। അപ്പൊ നമ്മളത് തിരിച്ചറിയണം. वो हमें समझना है, അത് ഈ ദിവസങ്ങളിൽ നമ്മളത് തിരിച്ചറിയണം. वो जो है ढूंढना है। ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, मैं जो अनुभव करता कष्ट है, ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, मैं जो अनुभव करता दुख है, അത് ദൈവ ഇഷ്ടപ്രകാരമാണോ? परमेश्वर की इच्छा के अनुसार है क्या? അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, परमेश्वर वचन कहता है, ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് परमेश्वर वचन क्या है करके समझना है तो മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. मन जो नया करके रूपांतर होना है। അപ്പൊ ദൈവ ഇഷ്ടം തിരിച്ചറിയണം. यीशु मसीह का जो है समझना है, യേശുവിന്റെ ഇഷ്ടം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. यीशु मसीह क्या पसंद है वो समझना है। ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരമാണോ? मैं ये अभी जो देख रहा हूँ यीशु मसीह के इज्जत अनुसार है क्या, അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. वो हमें समझना है। അനേകർ ഇത് മനസ്സിലാക്കാതെ तो बहुत लोग ये नहीं समझते हुए അതെല്ലാം ദൈവത്തിന്റെ ഹിതമായെന്ന് പറഞ്ഞു വിടുക. ये मसीह का जो इच्छा है करके सोच के छोड़ देना है। ഇവിടെ പത്രോസ് പറയുന്നത്, ये पत्रोस कहता है, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ എന്ന്. इसलिए जो परमेश्वर की इच्छा के अनुसार दुख उठाते हैं भलाई करते हुए अपने अपने प्राण के विश्वासी योग्य सृजनहार के हाथ में सौंप दे। പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് ദൈവ ഇഷ്ടമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ये लोग को हम जो उठाते कष्ट है परमेश्वर के अनुसार है क्या हमें समझना है। കാരണം എല്ലാ കഷ്ടങ്ങളും ദൈവ ഇഷ്ടപ്രകാരമല്ല सब വരുന്നത്. कष्ट परमेश्वर की इच्छा के अनुसार नहीं होता है। ആമേ. കാരണം യാക്കോബ് പറയുന്നുണ്ട്, याकूब कहता है സ്വന്തം മോഹങ്ങളാൽ ആമേ വലയപ്പെട്ടവർ, खुद की जो इच्छा के अनुसार हो गए हैं, സ്വന്തം ആമേ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതായ ചില കഷ്ടങ്ങൾ. जो है खुद के जो इससे होने वाले कष्ट जो है, അതുകൊണ്ട് പറയുന്ന എല്ലാ രോഗങ്ങളും പിശാച് കൊണ്ടിടുന്നതല്ല. इसीलिए बोला कि सारे लोग शैतानी डालता है, എല്ലാ രോഗങ്ങളും ഈ പ്രകൃതിയുടെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല. और सारा जो है ये बीमारी जो है वो ऐसे नहीं होता है। ആമേൻ. ആമേൻ. ഈ രോഗങ്ങളും ദൈവം തരുന്നതല്ല. ये सभी बीमारी परमेश्वर से नहीं है। ആമേൻ. മനുഷ്യരുടെ ചില മോഹങ്ങൾ, ആമേൻ, മോഹങ്ങൾ മൂലം ചില രോഗങ്ങൾ കടന്നു വരുന്നു. तो हम देखते हैं कि मनुष्य की ऐसी जानने की वजह से भी ऐसे रोग होते हैं। കാരണം ആമേൻ, ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. तो वैसा जो है हम देखते हैं कि मोह जो है वो ऐसा करता है। ആമേൻ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, इसे परमेश्वर का वचन कहता है, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ദൈവഹിത പ്രകാരമാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. अनुभव जो करना समझना ये है कि हम जो कष्ट सहते हैं कैसा है करके, നമ്മൾ ഈ കടന്നു പാതകൾ അത് ദൈവ ഇഷ്ടപ്രകാരമാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. हम चल रहे रास्ता परमेश्वर के अनुसार है कि नहीं वो हमें सहना है। അത് നമ്മൾ തിരിച്ചറിയണം. ये हमें पहचानना അത് തിരിച്ചറിയുമ്പോൾ है तो ആമേൻ, നമുക്ക് ആ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയും. इस कष्ट में जो है कुछ नहीं मिलता है। ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നത് എന്തെന്ന് ഇയ്യോബിന് അറിയത്തില്ലായിരുന്നു. अयुब भी जीवन में कष्ट किया है करके अयुब को नहीं पता था। അതുകൊണ്ടാണ് അവൻ വല്ലാതെ ദൈവസന്നിധിയിൽ അവൻ വിലപിക്കാൻ തുടങ്ങിയത്. इसीलिए वो परमेश्वर के सामने रोने लग गया, അവൻ പലപ്പോഴും തന്നെ ശപിക്കാൻ തുടങ്ങി. अपने आप को जो है कभी कभार श्राप देने लग गया। ആ കഷ്ടതയുടെ കാരണം അവന് തിരിച്ചറിയാൻ പറ്റിയില്ല. कष्ट का कारण नहीं समझ पाया। അവസാനം ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, लास्ट में उसको जब परमेश्वर प्रकट किया तो पता चला ആമേ, എല്ലാം അങ്ങ് അറിയുന്നു. सब कुछ परमेश्वर जानते हैं, അത് അങ്ങ് അറിയുന്നു. सब कुछ परमेश्वर അങ്ങ് जानते हैं। സകലതും അറിയുന്നു. एक जो है एक ही बात सभी लोग जानते हैं, ആമേൻ. അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. वो जो है जाने बिना कुछ नहीं होता। അവന് കഷ്ടതയുടെ കാര്യം മനസ്സിലായി. कष्ट का कारण पता चला, അവൻ തന്നെ ദൈവകരങ്ങളിലേക്ക് अपने സമർപ്പിച്ചു. आप को समर्पण किया। ഇന്ന് പകൽക്കാലം
और क्या आज के सुबह के समय നമ്മൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ हम जो अनुभव करते हैं അത് ദൈവഹിത പ്രകാരമാണോ എന്നൊന്ന് പരിശോധിക്കണം. परमेश्वर के अनुसार है कि नहीं, जरा हमें सोचना है। അത് ക്രിസ്തീയ ജീവിതം അത് കഷ്ടത നിറഞ്ഞ ജീവിതമാണ്. हाँ, मसीह जिंदगी कष्टों से भरा हुआ जिंदगी है, എന്നാൽ അതോടൊപ്പം തന്നെ അതിൽ ആശ്വാസം ലഭിക്കുന്നു. परंतु उसके साथ ही साथ जो आश्वास मिलता है, ആമേൻ. അതോടൊപ്പം തന്നെ ആശ്വാസവും പകരുന്നു. तो जो इसके अनुसार जो है उनको आश्वास भी होता है। കാരണം കർത്താവ് കൂടെയുള്ളത് കൊണ്ട് परमेश्वर उनके साथ है, ആമേൻ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. परमेश्वर उनको आश्वास देते हैं। ആമേൻ. ജീവിതത്തിലെ കഷ്ടതകളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ, जीवन में कष्ट और प्रश्न आने के समय, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, प्रतिकूल आने के समय, പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. प्रिय लोग, हमें एक बात समझना है, ആമേൻ. ഈ കഷ്ടതകൾ ദൈവഹിത പ്രകാരമാണോ? ये कष्ट परमेश्वर के अनुसार है क्या? ആമേൻ. ദൈവഹിത പ്രകാരമാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുക. परमेश्वर के अनुसार है तो हम खुश हो सकते हैं, ആമേൻ. കാരണം നമുക്കൊരു പ്രതിഫലമുണ്ട്. क्योंकि हमारे लिए एक प्रतिफल है। കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ परमेश्वर उठने के समय ആമേൻ നമുക്കൊരു പ്രതിഫലമുണ്ട്. हमें एक प्रतिफल है, ആ പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടി वो प्रतिफल प्राप्त करने के ആമേൻ लिए ഇവിടെ ചില കഷ്ടങ്ങൾ സഹിക്കുന്നു. यहाँ पे कुछ कष्ट सहना है। ക്രിസ്തുവിനോട് കൂടെ മരിക്കുമ്പോൾ मसीह से मरने के समय ക്രിസ്തുവിനോട് കൂടെ ഉയർക്കുവാൻ കഴിയും. मसीह से जीना भी है, ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുമ്പോൾ मसीह के साथ कष्ट वाले समय ക്രിസ്തുവിനോട് കൂടെ മഹത്വത്തിൽ मसीह के പ്രവേശിക്കാൻ साथ കഴിയും. नए में प्रवेश करना है। ഇന്ന് പകൽക്കാലം आज सुबह के നമുക്ക് समय നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज समर्पण करते हैं, നമ്മൾ അനുഭവിക്കുന്നതായ കഷ്ടതകൾ, हम अनुभव करते हैं कष्ट, ആമേൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നഷ്ടങ്ങൾ, हमारे जीवन में नष्ट, വേദനകൾ, दुख, ആമേൻ പ്രതികൂലങ്ങൾ, प्रतिकूल അത് ദൈവഹിത പ്രകാരമാണോ? परमेश्वर के अनुसार है क्या? ആമേൻ ദൈവം അനുവദിച്ചിട്ടാണോ? परमेश्वर जो है बोलते हैं उसकी बात है क्या? അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ऐसे ऐसे खुश होने के लिए, അങ്ങനെയെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. इसलिए आशा रखने के लिए ആമേൻ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ഉയർത്തും. निश्चय परमेश्वर हमें उठाएंगे, അതിൽ നിന്ന് ഒരു വിടുതൽ നൽകും. उसे छुटकारा देंगे, ആശ്വസിപ്പിക്കുന്ന ദൈവം, आश्वास देने वाले ആമേൻ परमेश्वर, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ദൈവം, हमें जो है सांत्वना देने वाले परमेश्वर, ആമേൻ ആ ദൈവം നമുക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. परमेश्वर हमारे लिए प्रतिफल रखे, ക്രിസ്തുവിനോട് കൂടെ മഹത്വത്തിൽ പ്രവേശിക്കാൻ കഴിയും. मसीह की जिंदगी जो है एकदम महिमा में जा सकते हैं। അവനോട് കൂടെ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ उनसे कष्ट सहेंगे तो അവനോട് കൂടെ ഉയർത്തുവാൻ കഴിയും. उनके साथ महिमा में हो सकते हैं। നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. हमारे आंखों को बंद നമുക്ക് कर പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं, ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. परमेश्वर के हाथ में समर्पण करते हैं। ഇന്ന് പകൽക്കാലം आज सुबह के അത് समय ക്രിസ്തീയ ജീവിതം, जो है मसीह जिंदगी, അത് കഷ്ടതയുടെ ജീവിതമാണ്. उसका जिंदगी है, അതും കൂടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. वो हमें दिया है। പത്രോസ് പറയുന്നു, पतरस कहता है കഷ്ടം സഹിപ്പാൻ നമുക്ക് വരം ലഭിച്ചിട്ടുണ്ട്. कष्ट सहने के लिए हमें जो है वर दिया है, ആമേൻ. കഷ്ടം സഹിപ്പാൻ നമുക്ക് വരം ലഭിച്ചിട്ടുണ്ട്. कष्ट सहने के लिए हमें वर दिया है। ആമേൻ. ആ വരം ഉണ്ടെങ്കിൽ वो वर है तो ആമേൻ നമുക്ക് ഏത് കഷ്ടവും സഹിപ്പാൻ കഴിയും. कोई भी कष्ट हम सह सकते हैं। ആമേൻ. കർത്താവിനോട് നമുക്ക് സംസാരിക്കാം. उससे हम बातें करें, കർത്താവിനോട് നമുക്ക് സംസാരിക്കാം. उससे हम बातें करें, അതെ, കഷ്ടം സഹിപ്പാനുള്ള വരം. जो कष्ट सहने का जो आशीष, ആമേൻ. കഷ്ടതയിലും പാടുവാൻ, कष्ट में गीत गाने के लिए, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ, उसमें गीत गाने के लिए, ആമേൻ പൂർണ്ണ സഹിഷ്ണുത ലഭിപ്പാൻ, पूरा जो है सहायता मिलने के लिए, ആമേൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. तुम इसी से हम प्रार्थना करें। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. सुबह समय प्रभु के हाथ में समर्पण करें, നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, हमें आश्वास देने वाला परमेश्वर, നമ്മെ ആമേൻ വിടുവിക്കുന്ന ദൈവം, वह हमें जो है छुटकारा देने वाला ഇന്ന് परमेश्वर, പകൽക്കാലം ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. आज परमेश्वर हमारे साथ है। ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. परमेश्वर का जो है चरण हमारे सामने, ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. अपने जो है हम परमेश्वर के हाथ में समर्पण करते हैं, പ്രാർത്ഥിക്കാം. प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവാ, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता हमारे अच्छे परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. उस समय का धन्यवाद देते हैं। ആമേൻ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരാൻ കൃപ ചെയ്തതിനായി आज സ്തോത്രം. चरण वाले के साथ ही धन्यवाद देता हूँ। അതെ, ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതം. हाँ, मसीह जिंदगी जो उसका जिंदगी है। അതെ, അങ്ങ് കൽപ്പിച്ച ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. मुझे पता है कि दुनिया में जो कष्ट होता है तुम फिर भी ढाढ़स बांधो क्योंकि मैंने दुनिया को जीत लिया है। ജയാളിയായ കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ जो मसीह जो जीवन विजयंत है वो हमारे साथ है, इसीलिए ആമേൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. उनके हाथ में सौंप देते हैं। ഞങ്ങളെ ഈ ജയോത്സവമായി നടത്തുന്ന ദൈവം, हमारा जो है परिवार को जय में चलाने वाला परमेश्वर, ആമേൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. उनके हाथ में समर्पण करते हैं। ഞങ്ങളുടെ കഷ്ടതകൾ ദൈവഹിത പ്രകാരം പരിശോധിക്കുവാൻ, हमारे कष्ट परमेश्वर के अनुसार है कि वो सोचने के लिए, ആമേൻ കഷ്ടങ്ങൾ സന്തോഷിപ്പാൻ, कष्ट में जो है खुश होने के लिए, പ്രത്യാശയുള്ളവരായി തീരുവാൻ जो है आशा भरा होने के लिए ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. परमेश्वर के हाथ में समर्पण करते हैं। എല്ലാ പ്രിയപ്പെട്ടവരും സമർപ്പിക്കുന്നു. सभी लोग परमेश्वर के हाथ में समर्पण करते हैं। അവിടുത്തെ അനുഗ്രഹത്തിന്റെ കരം നീട്ടിയാട്ടെ. उनका अनुग्रह का जो हाथ बढ़ाइए। ആമേൻ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം എന്തെന്ന് മനസ്സിലാക്കുവാൻ उनके जीवन से प्रतिकूल है वो क्या है करके समझ लीजिए। നീട്ടാട്ടെ. हर एक जो है जन का अनुग्रह कीजिएगा। ഇന്ന് പകൽക്കാലം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഏൽപ്പിക്കുന്നു.
आज उसी का सभी लोग काम करते सेवा करते हैं, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. उनको अनुग्रह की प्रार्थना करते हैं, കർത്താവ് അവരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം, भविष्य को बल दे धन्यवाद, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. उनके अनुग्रह के धन्यवाद। അടികളെ കേൾപ്പിക്കുന്നു. आए सभी लोग हम प्रार्थना करते हैं, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुने धन्यवाद, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह का दिखा हुआ नाम से ആമേൻ, आमीन। ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ ക്രിസ്തുവിന്റെ ഹിതപ്രകാരമുള്ള കഷ്ടതകളാണോ സഹിക്കുന്നത്? ഹല്ലേലൂയ. അതോ ലോകപ്രകാരമുള്ള കഷ്ടങ്ങളാണോ സഹിക്കുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് ഈ നാളുകളിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഹല്ലേലൂയ, അവന്റെ മരണത്തോട് നമ്മൾ പങ്കാളികളാകുന്നുവെങ്കിൽ അവന്റെ ഉയർപ്പിനോടും നമ്മൾ പങ്കാളികളാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിന്റെ കഷ്ടം നമ്മളിൽ പെരുകും തോറും നമ്മുടെ ജീവിതത്തിലെ ആശ്വാസവും പെരുകുമെന്നാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞു കേൾപ്പിച്ചത്. നമ്മളെ ഹല്ലേലൂയ പലവിധമായ ശോധനകളിലൂടെയൊക്കെയും നമ്മൾ കഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ പ്രയാസപ്പെടുന്ന അവസ്ഥകളിലൊക്കെയും ഹല്ലേലൂയ നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചാൽ ലജ്ജിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കഷ്ടത നമ്മൾ ഏൽക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ മരണത്തോട് ഹല്ലേലൂയ നമ്മൾ ഏകീഭവിക്കുന്നുവെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോടും ഹല്ലേലൂയ അവന്റെ ഉയർപ്പിനോടും നാം ഏകീഭവിക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, മധുരം എന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ച് കയ്പ് കഴിച്ചു നോക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യമാണത്. ഹല്ലേലൂയ. എപ്പോഴും മധുരം തന്നെ കഴിച്ചുകൊണ്ടിരുന്ന കയ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ആ മധുരത്തിന്റെ ആ മാധുര്യം പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കയ്പ് അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തരുന്ന എന്ത് കയ്പിനെയും ഹല്ലേലൂയ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അവന്റെ പുനരുത്ഥാനത്തോടുകൂടി ഹല്ലേലൂയ അവന്റെ മഹിമയുടെ പ്രത്യക്ഷതയിൽ നമുക്ക് ആനന്ദിച്ചുല്ലസിക്കുവാൻ സാധിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബമായിട്ട് കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ കൂട്ടായി കൊടുത്ത ദാസിയെയും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ജോബിനോടെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. ഈ നാളുകൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ ദൈവിക പദ്ധതികളിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സ്വർഗം സഹായിക്കുമാറാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട എന്തോ റെക്കോർഡിംഗ് ഒന്ന് ബന്ധാക്കണേ. റെക്കോർഡിംഗ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കോസ്റ്റ് അല്ലെങ്കിൽ ഞാനും കോഹോസ്റ്റാ. കോസ്റ്റിനെ ചെയ്യാം. ഹോസ്റ്റ് വേർഡ്സ് മിഷ്ന കോഹോസ്റ്റിന് ചെയ്യാമോ? ചെയ്യാം. സ്റ്റോപ്പ് ചെയ്താൽ ഇല്ലല്ലോ. എവിടെയാണത്? മേളിൽ റെക്കോർഡിംഗ് കാണുന്നില്ലേ? റെക്കോർഡിങ് പ്ലേസ്. യെസ്. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഓക്കെ.